തൃക്കൈ കൊണ്ടിളകും നന്ദകം വാള് തൊഴുന്നേൻ തെളിവിൽ വട്ടകാശൂലം തലയോ കൈ തൊഴുന്നേൻ വട്ടത്തിൽ വിളങ്ങുന്ന തിരുമുഖം തൊഴുന്നേൻ അടിതൊട്ട് മൂടിയോളം ഉടൽ കണ്ട് പ്രസിഡൻറ്റും നമ്മുടെ നായർ സർവീസ് സൊസൈറ്റിയുടെ നായക സഭാംഗവുമായിട്ടുള്ള മോഹനൻ ചേട്ടന്, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ അഭ്യുദയകാംക്ഷിയും ഏറ്റവും നമുക്ക് വേണ്ടപ്പെട്ട ആളുമായിട്ടുള്ള മഹാലക്ഷ്മിയിലെ വിനോദ്, പിന്നെ ധനലക്ഷ്മി ബാങ്കിൻ്റെ മാനേജർ, അതുപോലെ തന്നെ ഈ അർപ്പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ആളുകളെ, എൻ്റെ സഹ കമ്മിറ്റി പ്രവർത്തകർ, ഭക്തജനങ്ങളെ, നമ്മൾ പുരോഗതിയുടെ കാലാനുസൃതമായിട്ടുള്ള ഒരു മുന്നോട്ടുള്ള പുരോഗതിയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പുതിയൊരു ചുവടുവെപ്പാണ് നമ്മളിന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇവിടെ ഇപ്പോഴ് നമ്മൾ അർപ്പണം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ, പുതിയൊരു ആപ്പിലൂടെ ക്ഷേത്രത്തിലെ വഴിപാടുകളൊക്കെ ഏത് ദൂരസ്ഥലത്ത് നിന്നും ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും നമുക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനം ആണ് ഇന്നിപ്പം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അതിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഭദ്രദീപം കൊളുത്തുന്നതിനായിട്ട് മോഹനൻ ചേട്ടനെ ക്ഷണിക്കുന്നു. പറഞ്ഞു. ഏറെ ബഹുമാന്യവും ആദരണീയനുമായ കരയോഗം പ്രസിഡന്റ് രഞ്ജിത്ത് ചേട്ടൻ അവർ, നമ്മുടെ തിരുവല്ല മഹാലക്ഷ്മിയുടെ ഉടമസ്ഥനും നമ്മുടെ സർവീസ് സൊസൈറ്റിയുടെയും നമ്മുടെ ക്ഷേത്രത്തിൻ്റെയും എല്ലാം അവരുടെ അടുത്ത ആളുമായ ശ്രീ വിനോദ് ചേട്ടൻ അവർ, ധനലക്ഷ്മി ബാങ്കിൻ്റെ മാനേജർ, മറ്റ് കരയോഗത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, അമ്മയുടെ ഭക്തന്മാർ, വളരെയധികം നൂതന വിദ്യകൾ, നൂതന കാര്യങ്ങളൊക്കെയും ഇന്ന് നമ്മുടെ ലോകത്ത് നടക്കുന്ന ഈ സമയത്ത് മുത്തൂറ്റ് ഭഗവതി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം അല്ലാതെയും നമുക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് മുൻകൈയെടുത്ത ഇതിൻ്റെ ഭാരവാഹികളോടുള്ള ആ നന്ദി അറിയിക്കുകയാണ്. ഭംഗിയായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അമ്മ ഈ മുത്തൂറ്റ് ക്ഷേത്രത്തിൻ്റെ വികസനത്തിൽ നിന്ന് വികസനത്തിലേക്ക് എന്നും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷകരമായ കാര്യമാണ്. ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളും ഭക്തജനങ്ങളും മറ്റ് അഭ്യുദയകാംക്ഷികളും എല്ലാം ഇക്കാര്യത്തിൽ എന്നും സഹകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അമ്മയുടെ അനുഗ്രഹം എന്നും ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രാർത്ഥിക്കുന്നു.
सामजवरगमना 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 साधुहृत् सारसाब्जपाल कालातीत विख्यात सामजवरगमना साधुहृत् सारसाब्जपाल कालातीत विख्यात सामजवरगमना साधुहृत् सारसाब्जपाल कालातीत विख्यात सामजवरगमना ഈ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ അത്യാധുനികമായിട്ടുള്ള മിഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കാലത്തിനൊപ്പം നമ്മൾ നടക്കുകയാണ്. അതിൻ്റെ ധനലക്ഷ്മി ബാങ്ക് ഈ ഒരു സംരംഭവുമായിട്ട് പങ്കാളിത്തം വഹിക്കുന്നതിന് അതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചു. എല്ലാവിധ ആശംസകളും. പങ്കെടുത്തിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് നമ്മളൊരു പ്രത്യേക ഒരു കാര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓൺലൈനായിട്ട് നമ്മൾ വഴിപാട് ബുക്ക് ചെയ്യുക. ഓൺലൈനായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാനും ഒരവസരം ഉണ്ടായിരിക്കുകയാണ്. നമ്മൾ കുറേ നാളുകളായിട്ട് നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യമാണിത്. ഇന്ന് നമ്മുടെ കാര്യങ്ങളെക്കാൾ ഇന്ന് ഇവിടെ സഫലമായിരിക്കുന്നു. നമ്മുടെ ഈ ഇത് ഇവിടെ ഉദ്ഘാടനം ചെയ്ത ശ്രീ മോഹൻ ചേട്ടന്, പിന്നെ നമ്മുടെ മഹാലക്ഷ്മി സിൽസിലെ നമ്മുടെ വിനോദ്, ധനലക്ഷ്മി ബാങ്കിൻ്റെ മാനേജർ സാറ്, ഇവിടെ നമ്മുടെ പ്രസിഡൻറ്റ്, നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ അതുകൂടാതെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. മുത്തൂറ്റ് അമ്മയുടെ അനുഗ്രഹ കടാക്ഷമാണ് ഇതെല്ലാം. നമ്മുടെ പ്രയോഗത്തിൻ്റെ ഭാരവാഹിയായ ഭാരവാഹികളെ പുസ്തകങ്ങളെ നമ്മുടെ ഈ മുത്തൂറ്റ് ഭദ്രകാളി ക്ഷേത്രം ഈ നാടിന് ചുറ്റും വളരെ വിശാലമായൊരു സ്ഥലത്ത് ആൾക്കാരെല്ലാം വരുന്ന വളരെ പുകൾപെറ്റ ഒരു ക്ഷേത്രമാണ്. നമ്മുടെ ക്ഷേത്രവും ഇങ്ങനെ ആൾക്കാർക്കിരുന്ന് നിരവധി മുത്തൂറ്റമ്മയുടെ ഭക്തരായിട്ട് എനിക്ക് തോന്നുന്നു ഇല്ലാത്ത സ്ഥലത്തുനിന്നൊക്കെ എവിടെയോ ആൾക്കാരാണ്. ഇവിടെ പോയാലും പലരും ഈ ക്ഷേത്രത്തെ പറ്റി എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ തിരുവല്ലയാണ് ചോദിക്കുന്നത്, ചിലരോട് ചോദിക്കുന്നത് ഇതിൻ്റെ ഒരു എന്തുകൊണ്ട്. അപ്പം ഇങ്ങനെ കേട്ടും പല രീതിയിലുള്ള അനുഭവങ്ങൾ കൊണ്ട് ഇവിടെ വരുന്ന പല ആൾക്കാരുമുണ്ട്. നമുക്കെല്ലാവർക്കും അതുകൊള്ളതാണ്. അതായത് ഈ ക്ഷേത്ര വികസനം എന്ന് പറയുന്നത് ഇവിടുത്തെ ഡെവലപ്മെൻറ്റ്സ് നമ്മുടെ നാട്ടുകാരുടെയും കൂടെ വികസനം, അല്ലെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിൻ്റെ ഒരു സിമ്പൽ കൂടിയാണ്.
അപ്പം മറ്റ് സ്ഥലങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളും നമ്മുടെ ക്ഷേത്രങ്ങൾ മാത്രമാണ്. ഇപ്പം ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും കാണുകയാണ് ഓരോ പ്രശ്നങ്ങൾ. നമ്മളൊരു കരയോഗത്തിൻ്റെ ആയതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകും. ഞാൻ കഴിഞ്ഞ ദിവസം നമുക്ക് കാണുകയാണ് പല ക്ഷേത്രങ്ങളിലും ഇപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളാണ്. ഇവിടെ പൂജ ചെയ്യുന്നതിനും എന്ത് ചെയ്യുന്നതിനും ഒക്കെ ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ട്, നിയമക്കുരുക്കുകൾ അതൊക്കെയായി. ഇവിടെ നമ്മുടെ കരയോഗത്തിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ഇത് നമ്മൾ ഭംഗിയായിട്ട് നടത്താനും ഇതിങ്ങനെ ലിങ്ക് ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെ പറ്റി. ഇപ്പം നമ്മുടെ മോഡേണൈസേഷൻ നമ്മുടെ ഇതിൽ മറ്റു ജനങ്ങൾക്ക് ഇപ്പോഴത്തെ ആൾക്കാർക്ക് സമയക്കുറവാണ് ഏറ്റവും വലിയ പ്രശ്നം. ആൾക്കാർക്ക് പൂജ ചെയ്യണമെന്നും ക്ഷേത്രത്തിൽ ഇത് ചെയ്യണമെന്നും ഒക്കെ എപ്പോഴും സാധിക്കാത്തൊരവസരത്തിൽ നമുക്ക് ഒന്ന് അമ്മയെ മനസ്സിലാലോചിക്കുമ്പോൾ തന്നെ ഇന്ന് നമ്മുടെ ഒരുപാട് ദിവസമാണ് അവിടെ ഇരുന്നൊരു പൂജ ബുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് സ്ഥലത്ത് നിന്നാണെങ്കിലും നമുക്ക് അമ്മയ്ക്ക് ഒരു അർച്ചന നടത്താനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. സാങ്കേതികവിദ്യയുടെ നൂതനമായ സാങ്കേതികവിദ്യ വളരെ മുമ്പോട്ട് പോയ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും അല്ലാതെ ഇനി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. പുതിയ നമ്മുടെ തലമുറകളാണെങ്കിലും അവരൊക്കെ അവരുടെ തിരക്കുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള അമ്മയുടെ ഒരു കടാക്ഷത്തിനായി ഒരു അർച്ചന ചെയ്യാൻ പറ്റുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. കാലത്തിനനുസരിച്ച് കാലത്തിനോടൊപ്പം സഞ്ചരിക്കാൻ പറ്റുന്ന നമ്മുടെയും ക്ഷേത്രവും അനുബന്ധമായി കൊണ്ടുപോകാൻ ഈ ചുവടുവയ്പ് ഏറ്റവും വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അമ്മയുടെ കടാക്ഷത്തിലാണ് ഞാൻ